നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ അച്ഛന്റെ അടുത്തേക്ക് ചെല്ല്, ബാക്കിയൊക്കെ മുത്തശ്ശി നോക്കിക്കോളും. എടാ, നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. അത് നടത്തി തരാനാ എന്റെ ഉദ്ദേശം. ഇപ്പൊ തുടങ്ങും ലോകത്തുള്ള മുഴുവൻ പ്രശ്നങ്ങളും പറയാം. ഉറപ്പല്ലേ? മിണ്ടാതിരിക്കടി. തിരുമേനി പറയൂ. വരുണിന്റെ വിവാഹം നല്ല രീതിയിലല്ലേ നടന്നത്? അതെ, പക്ഷേ ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ടല്ലോ. മാംഗല്യത്തിന്റെ കെട്ടുറപ്പില്ലാത്തത് തന്നെയാണ് കുടുംബത്തെ ത്രസിപ്പിച്ചിരിക്കുന്നത്. പരിഹാരം ചെയ്തില്ലെങ്കിൽ പതുക്കെ പതുക്കെ അത് കുടുംബത്തിലാകമാനം വ്യാപിക്കും. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ അത് ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്തോളാം. അല്പം ദൈവാധീനം കുറഞ്ഞു നിൽക്കുന്ന സമയമാണ്. അതിന്റെ കാരണവും നേരത്തെ പറഞ്ഞത് തന്നെയാവാം. അത് വീണ്ടെടുക്കണം. അതിനെ ഒരു ഐശ്വര്യ പൂജ നടത്തണം. പറ്റുമെങ്കിൽ നാളെ തന്നെ. നാളെ തന്നെ എന്ന് പറഞ്ഞാല് എന്താ കുഴപ്പം? കുറച്ചു കഴിയുമ്പോ പരമേശ്വരൻ ആശുപത്രിയിൽ നിന്ന് വരില്ലേ? പിന്നെ സാധനങ്ങൾ സംഘടിപ്പിക്കാനാണെങ്കിൽ അതിനുള്ള ചാർത്ത് അതിൻ്റെതായ ആൾക്കാരെ ഏൽപ്പിച്ചാ പോരെ? പിന്നെന്താ കുഴപ്പം? ഒരു കാര്യം പ്രത്യേകം പറയാം. ഈ ഐശ്വര്യപൂജയിൽ ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത് വരുൺ താലി ചാർത്തിയ പെണ്ണാണ്. അതൊന്നും നടക്കില്ല. നടക്കും. അതെന്താ വേണ്ടതെന്ന് വെച്ചാ ഞാൻ തീരുമാനിച്ചോളാം. ശരി, ആറ്റൂർ വാസുദേവൻ നമ്പൂതിരിക്ക് ഞാനൊരു കുറിപ്പ് തരാം. പരിഹാര പൂജയുടെ വിശദാംശങ്ങൾ അതിലുണ്ടാവും. അദ്ദേഹം പറയുന്നതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം. ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. വരുൺ താലി ചാർത്തിയ പെണ്ണിന്റെ കഠിന വ്രതം കൊണ്ടാണ് ഈ കുടുംബത്തിന്റെ രക്ഷ. എല്ലാവരും കേട്ടല്ലോ. അപ്പോ നാളെ തന്നെ ഐശ്വര്യ പൂജ നടത്തണം. അതിനുള്ള ഒരുക്കങ്ങള് എല്ലാവരും തുടങ്ങിക്കും. പരമേശ്വര, ആരാ നിന്നെ ഉപദ്രവിച്ചെന്ന് ചെറിയൊരു ഓർമ്മയെങ്കിലും നിനക്ക് കിട്ടുന്നുണ്ടോ? ഇല്ലമ്മേ, നമ്മുടെ മതിൽക്കെട്ടിനകത്ത് ഇങ്ങനെ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലോ. കൊല്ലാൻ ഉദ്ദേശിച്ചതാവും, ചത്തു എന്ന് കരുതി ഇട്ടിട്ട് പോയതുമാവും. പോലീസുകാര് സംശയിച്ചത് വരുണിനെയാ, അറിയാലോ. ഇവിടെ ചില ആളുകളും അങ്ങനെ ചില സംശയങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട്. വരുൺ അടുത്തു വരുമ്പോ നീ സംസാരിക്കാതെ ഇരിക്കുന്നത് അവന്റെ ഉള്ളിലും അത് തട്ടുന്നുണ്ടാവും. ഞാൻ അവനോട് സംസാരിക്കാതെ ഒന്നുമില്ല. പിന്നെ എന്തോ ഒരു തടസ്സം അവന്റെ ഉള്ളിലും കിടപ്പുണ്ട്. അത് തനിയെ മാറിക്കോളും. എന്നെ അപകടപ്പെടുത്തിയതിന്റെ പേരിൽ ഈ ലോകം മുഴുവൻ അവനെ കുറ്റപ്പെടുത്തിയാലും ഞാൻ അങ്ങനെ ചിന്തിക്കില്ല. എന്റെ നേരെ എന്റെ മകൻ കൈ ഉയർത്തുകയില്ല. എനിക്ക് അവനിലുള്ള വിശ്വാസം അത്രയ്ക്ക് ഉറച്ചതാ. ദൈവാധീനത്തിന്റെ കുറവാണെന്ന് ജ്യോത്സ്യർ പറഞ്ഞു. നാളെ മുതലുള്ള പൂജയും കർമ്മങ്ങളും കഴിയുമ്പോൾ നമ്മുടെ കുടുംബത്തിന്റെ നഷ്ടപ്പെട്ട സന്തോഷവും സമാധാനവും ഒക്കെ തിരിച്ചു കിട്ടിക്കോളും. പത്മിനി, നീ ഇവിടെ ഇരിക്കെ. ഞാൻ ആ പൂജാരിയുടെ ആളുകളെ ഒന്നുകൂടി ഒന്ന് വിളിക്കട്ടെ. എല്ലാത്തിനും ഒരു മേൽനോട്ടം ഉണ്ടായാലല്ലേ പറ്റൂ. ശരി അമ്മേ. വിഷമിക്കരുത് കേട്ടോ. നിങ്ങളെ തളർന്നു പോയാ അതാരെ കൊണ്ടും താങ്ങാൻ പറ്റില്ല.
എന്താ മോനെ ഇവിടെ മാറി നിൽക്കുന്നേ? ഏയ് ഒന്നുമില്ല. അച്ഛൻ നിന്നെ കുറിച്ച് തന്നെ സംസാരിക്കുകയായിരുന്നു. അച്ഛന് നിന്നോട് ഒരു വിഷമവും ഇല്ലടാ. ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ അടുത്ത് ചെല്ലുമ്പോ അച്ഛൻ സംസാരിക്കാറുന്നില്ലേ? വിഷമമൊന്നും ഇല്ലെന്നും ഒരിക്കലും നീ അവനെ അപകടപ്പെടുത്താൻ ശ്രമിക്കില്ലെന്നും ഇപ്പൊ എന്നോട് പറഞ്ഞതേ ഉള്ളൂ. ഈ പൂജയൊക്കെ ഒന്ന് കഴിയട്ടെ മോനെ, എല്ലാം ശരിയാവും. പൂജ കഴിഞ്ഞതുകൊണ്ട് ഒരു വ്യത്യാസവും വരാൻ പോകുന്നില്ല മുത്തശ്ശി. വിശ്വാസം വേണം. എനിക്കതിന് വിശ്വാസക്കുറവിൻ്റെ അതൊന്നുമല്ല. ജ്യോത്സ്യൻ പ്രത്യേകിച്ച് പറഞ്ഞത് മുത്തശ്ശി കേട്ടതല്ലേ? ഞാൻ താലി ചാർത്തിയ ആള് വേണം ചടങ്ങുകളിൽ വ്രതം നോക്കേണ്ടതൊക്കെ, അതിൽ മേൽനോട്ടം വഹിക്കേണ്ടതും. നാളെ പൂജാരിയും സംഘവും വരുമ്പോ എല്ലാവരും കൂടി എഴുന്നള്ളിച്ചു കൊണ്ട് നിർത്താൻ പോകുന്നത് പ്രിയങ്കയല്ലേ? അവളെയല്ല ഞാൻ താലി ചാർത്തിയെന്ന് ദേ മുത്തശ്ശിക്കെങ്കിലും അറിയാലോ. പിന്നെ എന്തിനാണ് ഈ വേഷം കെട്ടത്? നീ താലി ചാർത്തിയ ആള് തന്നെയാണ് ഈ കർമ്മം ചെയ്യുന്നതെങ്കിലോ? ആ, നീ അച്ഛന്റെ അടുത്തേക്ക് ചെല്ല്. ബാക്കിയൊക്കെ മുത്തശ്ശി നോക്കിക്കോളാം. എടാ, നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. അത് നടത്തി തരാനാ എന്റെ ഉദ്ദേശം. ചെല്ലടാ. ഹലോ. ആ, കണിമംഗലത്ത് നിന്നാ തിരുമേനി. ആ പറഞ്ഞോളൂ ജയഭാരതി അമ്മേ. പരമേശ്വരൻ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ഭേദമുണ്ട്. ഞാനിപ്പോ വിളിച്ചത് നാളെ ഇവിടെ ഒരു പ്രത്യേക പൂജയുണ്ട്. ആറ്റൂര് വാസുദേവൻ നമ്പൂതിരിയെ തിരുമേനിക്ക് അറിയില്ലേ? അറിയില്ലേന്നോ? കേമനല്ലേ? അദ്ദേഹമാണ് പൂജ നടത്താൻ വരുന്നത്. ഇവിടുത്തെ ഐശ്വര്യത്തിന് വേണ്ട ഒരു പൂജ നടക്കുമ്പോ ഏറ്റവും വേണ്ടപ്പെട്ട നിങ്ങളും അവിടെ ഉണ്ടാവണമല്ലോ. യശോദ അമ്മയൊക്കെ കൂട്ടി തിരുമേനി രാവിലെ തന്നെ ഇവിടെ എത്തണം. അതിനെന്താ, മോളെ വിവാഹം കഴിച്ച അയച്ച വീട്ടില് ഇങ്ങനൊരു ചടങ്ങുണ്ടാവുമ്പോ അതിൽ സഹകരിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും വന്നിരിക്കും. ഈ പൂജാതി കർമ്മങ്ങളൊക്കെ നോക്കി നടത്താനേ ഞങ്ങളെ കൊണ്ടൊന്നും കൂട്ടിയാ കൂടൂല. ഞാന് ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട്, നമ്മുടെ രാധിക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.